അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ മോചിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ജീവനു വേണ്ടി അവർ പതിയിരുന്നു. എനിക്കെതിരെ അവരുടെ ദുഷ്ടത ശക്തിപ്പെടുത്തി. കർത്താവേ, ഇത് എന്റെ തെറ്റോ പാപമോ നിമിത്തമല്ല, അജ്ഞത കൊണ്ടല്ല അവർ എനിക്കെതിരെ പാഞ്ഞണഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവമേ, ഉണരണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, കാണണമേ. എല്ലാ ജനതകളെയും വിചാരണ ചെയ്യണമേ. ദുഷ്ടരോട് അങ്ങ് ക്ഷമിക്കരുതേ. അവരുടെ ഭാഷണം അധരങ്ങളിൽ നിന്നുള്ള വാളാണ്, ആരും കേൾക്കാനില്ലെന്ന് അവർ പറയുന്നു. ദൈവമേ, അങ്ങേ ഞാൻ സ്തുതിക്കും. എൻ്റെ അഭയസ്ഥാനം അങ്ങാണല്ലോ. ദൈവമേ, അങ്ങയുടെ കൃപ എൻ്റെ മുൻപിലുണ്ടായിരിക്കട്ടെ. ശത്രുക്കളുടെ ഇടയിൽ എന്നെ ഉയർത്തണമേ. എൻ്റെ ജനം വഴിതെറ്റാതിരിക്കാൻ അങ്ങ് അവരെ സംഹരിക്കരുതേ. അങ്ങയുടെ ശക്തിയിൽ അവരെ ഭയപ്പെടുത്തണമേ. എൻ്റെ ശരണമായ കർത്താവേ, അവരെ ഇളക്കണമേ. അവരുടെ ഉള്ളിലെ പാപം അവരുടെ അധരങ്ങൾ സംസാരിച്ചു. സ്വന്തം അഹന്തയിൽ അവർ പിടിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവർ ശാപവും നുണയും പറയുന്നു. അങ്ങയുടെ കോപത്താൽ അവരെ നശിപ്പിക്കണമേ. കാണപ്പെടാതിരിക്കാൻ അവരെ ഉന്മൂലനം ചെയ്യണമേ. ദൈവം യാക്കോബിന്റെ മേലും ഭൂമിയുടെ അതിർത്തികളിന്മേലും അധികാരമുള്ളവനാണെന്ന് അവർ അറിയട്ടെ. അവർ ഭക്ഷണം അന്വേഷിക്കും, അവർക്ക് തൃപ്തി വരില്ല, അവർക്ക് ഉറക്കം വരികയില്ല. അങ്ങയുടെ ശക്തി ഞാൻ പുകഴ്ത്തും. പുലരിയിൽ അങ്ങയുടെ കൃപാവരം വാഴ്ത്തും.
എന്റെ ഞെരുക്കുകാലത്ത് അങ്ങ് എന്റെ വിമോചകനാണ്, എന്റെ അഭയകേന്ദ്രവും അങ്ങാണ്. ദൈവമേ, ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ എന്റെ സങ്കേത സ്ഥലവും എനിക്ക് കൃപയേകുന്ന ദീപവും അങ്ങാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു, ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ഞങ്ങളോട് അങ്ങ് കോപിക്കുകയും ചെയ്തു. അങ്ങ് ഭൂമിയെ കുലുക്കുകയും അതിനെ പിളർക്കുകയും ചെയ്തു. അങ്ങ് അതിന്റെ വിള്ളലുകൾ നികത്തണമേ, എന്തുകൊണ്ടെന്നാൽ അത് ദുർബലമായിരിക്കുന്നു. കഠിനമായ കാര്യങ്ങൾ അങ്ങ് സ്വന്തം ജനത്തെ കാണിച്ചു, അവരെ കലങ്ങിയ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ഭക്തർക്ക് അങ്ങ് അടയാളം നൽകി. അങ്ങയുടെ സ്നേഹിതരെ സായുധരാക്കാൻ വേണ്ടി അങ്ങയുടെ വലതുകരത്താൽ എന്നെ കാത്തുരക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവം സംസാരിച്ചു. ഞാൻ ശക്തി പ്രാപിച്ച് സിക്കീമിനെ വിഭജിക്കും, സാഗോസിന്റെ താഴ്വര അളന്നു തിരിക്കും. ഗിലാദ് എനിക്കുള്ളതാണ്, മനാസയും എന്റേതാണ്. എഫ്രായിം എന്റെ ശിരസിന്റെ സംരക്ഷകനാണ്, യൂദാ എന്റെ രാജാവാണ്, മോവാബ് എന്റെ പാദക്ഷാളന പാത്രമാണ്. ഏദോമിനെതിരെ ഞാൻ പാതുകമഴിക്കും, ഫിലിസ്തീർക്കെതിരെ ഞാൻ ആക്രോശിക്കും. ഏദോം വരെ ആര് എന്നെ കൊണ്ടുപോകും? സുശക്തമായ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലയോ? ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് സഹായമേകണമേ, മനുഷ്യരിൽ നിന്നുള്ള രക്ഷ വ്യർത്ഥമാകുന്നു. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഹൃദയവ്യഥയോടെ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. പാറമേൽ എന്നെ ഉയർത്തി നിർത്തണമേ, അങ്ങ് എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങാണ് എന്റെ അഭയകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള ഉയർന്ന കോട്ടയും. അങ്ങയുടെ കൂടാരത്തിൽ ഞാൻ എന്നേക്കും വസിക്കും, അങ്ങയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കപ്പെടും. ദൈവമേ, അങ്ങ് എന്റെ നേർച്ചകൾ സ്വീകരിച്ചു. തിരുനാമത്തെ ആദരിക്കുന്നവർക്കുള്ള അവകാശം അങ്ങ് എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ് നൽകണമേ, അദ്ദേഹത്തിന്റെ സംവത്സരങ്ങൾ അനവധി തലമുറകളോളം നീളട്ടെ. കരുണയും സത്യവും പാലിക്കുന്നവൻ ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കും. എന്നും എന്നേക്കും ഞാൻ അങ്ങയുടെ നാമം കീർത്തിക്കും, അനുദിനം നേർച്ചകളെല്ലാം നിറവേറ്റും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരും. നശ്വര ജീവൻ കാത്തിടാൻ ഭോജനമേകും സ്രഷ്ടാവേ, സുതനുടെ രക്തശരീരത്താൽ ശാശ്വത ജീവൻ നീകി, സ്വർഗത്തിൽ നിൻ രാജ്യത്തിൽ ഭയമെന്നേ ഇവർ മേലിടാൻ അർഹതയേകിടുമെന്നരുളി നാഥ നിന്നെ നമിക്കുന്നു. എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുവിൻ. മരണോദ്ധാന രഹസ്യത്തിൻ പാവനമാകും സ്മരണയിതാ, അന്തിമ ഭോജന വേദിയതിൽ നൽകി നമുക്കായി തിരുനാഥൻ. അപ്പമതായും വീഞ്ഞായും നൽകിയ തന്നിടഗാത്രങ്ങൾ അവരുടെ വരവിൻ നാൾ വരെയും അർപ്പിച്ചിടാം കൽപ്പന പോ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗഗണങ്ങൾ ദൂതന്മാർ ഭയഭക്തികളോടെന്നാളും മിശിഹ തന്നുടെ ദൈവത്വം വാഴ്ത്തി പാടി നമിക്കുന്നു. നിന്നുടെ വലുതാം കൃപയാലെ സഭയുടെ മക്കൾ പാടുന്നു. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, മിശിഹാരാജൻ പരിശുദ്ധൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഭരണം നടത്തുന്നു, അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു. ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു. അങ്ങ് പ്രപഞ്ചം ഉറപ്പിച്ചു നിർത്തി, അതിന് ഇളക്കമുണ്ടാവുകയില്ല. അങ്ങയുടെ സിംഹാസനം ആദ്യം മുതൽ സുസ്ഥിരമായിരിക്കുന്നു. അങ്ങ് അനാദി മുതലുള്ള ദൈവമാണ്. കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, നദികൾ ആരവമുയർത്തുന്നു, ശുദ്ധമായി പൊങ്ങിയൊഴുകുന്നു. പെരുവെള്ളത്തിന്റെ ആരവത്തേക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ്. കർത്താവ് ഉന്നതങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു. അങ്ങയുടെ അനുശാസനങ്ങൾ എത്രയോ വിശ്വസനീയം. കർത്താവേ, നിത്യകാലത്തോളം പരിശുദ്ധി അങ്ങയുടെ ഭവനത്തിന് ഉചിതമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യരഹസ്യത്തിൻ കർത്താവാം മിശിഹ സ്ലീവാ മരണത്താൽ രഹസ്യം നിറവേറ്റി. പെസഹ കുഞ്ഞാടാ മിസ്രയീം ദേശത്തിൽ ബലിയായി സിയോനിൽ
ദൈവിക കുഞ്ഞാടും പെസഹാമേശത്താൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും മോചിതരായല്ലോ. ദൈവിക കുഞ്ഞാടാ മിശിഹാമാനവരെ വിനകളിൽ നിന്നെല്ലാം രക്ഷിതരാക്കുന്നു. ഇസ്രായേൽ നാട്ടിൽ നിഴലായി കണ്ടവയോ സുതനുടെ വെളിപാടിൽ പൂർണ്ണത പുൽകുന്നു. താതനും ആത്മജനും പാവനറൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നമുക്കൊരു ബലിപീഠമുണ്ട്, അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തുവെച്ചാണ്. സ്വന്തം ശരീരത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തുവെച്ച് പീഡനമേറ്റു. അവനു വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മടി കൂടാതെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കാനായി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവപിതാക്കന്മാർ വഴി നിന്റെ കൃപാധിക്യം തെളിയിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരവും മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനുമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ കാരുണ്യത്തിന്റെ നിധി നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നരുളി ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാലയോ പാപ്പായെയോ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനവും സംരക്ഷണവും നൽകണമേ. നിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ വിജയശ്രീലാളിതരായി നിന്റെ വലതുഭാഗത്ത് അണിനിരക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.